മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 12ാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഭഗവാനെ, അവിടുന്ന് തന്നെ കരുണാപൂർവം യുധിഷ്ഠിരനെ അനുഗ്രഹിച്ചാൽ മതി എന്നിങ്ങനെ ഭീഷ്മൻ പറഞ്ഞപ്പോൾ ഭഗവാൻ പിന്നെയും അരുളി ചെയ്തു, ശാന്തനവ, അങ്ങയുടെ ക്ലേശങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട്. അതെല്ലാം നിവർത്തിക്കത്തക്ക നിലയിൽ വരം വാങ്ങിക്കോളൂ. അങ്ങയുടെ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കുമുള്ള എല്ലാ ക്ലേശങ്ങളും നീങ്ങട്ടെ. ബുദ്ധിയിൽ ജ്ഞാനവും പ്രകാശിക്കട്ടെ. വിശപ്പും ദാഹവും അങ്ങയെ ബാധിക്കാതിരിക്കട്ടെ എന്നിങ്ങനെ ഭഗവാൻ അനുഗ്രഹിച്ചതോടെ ഭീഷ്മൻ സ്വസ്ഥനായി. അദ്ദേഹത്തിന്റെ എല്ലാ ക്ലേശങ്ങളും നീങ്ങുകയും ചെയ്തു. അപ്പോൾ വ്യാസാദ ഋഷികളടക്കം എല്ലാവരും ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. മന്ദമാരുതൻ സുഖകരമായി വീശി. എല്ലാ ലക്ഷണങ്ങളും പ്രകാശിക്കുകയും ചെയ്തു. ആ പുണ്യാന്തരീക്ഷത്തിൽ ഭീഷ്മൻ യുധിഷ്ഠിരന് ജ്ഞാനമുപദേശിക്കാൻ തയ്യാറായി. എന്നാൽ ഇനി നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞ് ഭഗവാൻ പാണ്ഡവരോടുകൂടി ഹസ്തിനാപുര രാജധാനിയിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. പിറ്റേന്ന് ബ്രാഹ്മമുഹൂർത്തത്തിന് മുമ്പ് തന്നെ ഭഗവാൻ ഉണർന്നെഴുന്നേറ്റു. വളരെ വേഗത്തിൽ അവിടുത്തെ നിത്യകൃത്യങ്ങളെല്ലാം കഴിച്ച് ആദിത്യ ഉദയമായപ്പോഴേക്ക് കുരുക്ഷേത്രത്തിലേക്ക് പോകാൻ ഭഗവാൻ തയ്യാറായി. യുധിഷ്ഠിര ഗ്രഹത്തിലേക്ക് സത്യകിയെ പറഞ്ഞയച്ചു. ഭഗവാൻ തയ്യാറായെന്നറിഞ്ഞ യുധിഷ്ഠിര മഹാരാജാവും വേഗത്തിൽ പുറപ്പെട്ട് അനുജന്മാരോടും സത്യകിയോടും കൂടി ഭഗവത് സന്നിധിയിലേക്ക് വന്നു. ഉടനെ തന്നെ ഭഗവാനും പാണ്ഡവർക്കും പരിമിതമായ പരിജനങ്ങൾക്കും പോകാനുള്ള വാഹനങ്ങൾ തയ്യാറാക്കപ്പെട്ടു. വായുവേഗത്തിൽ അവരെല്ലാവരും ഭീഷ്മ സന്നിധിയിലേക്ക് യാത്രയാവുകയും ചെയ്തു. അപ്പോഴേക്ക് യുദ്ധത്തിൽ മരിച്ചിട്ടില്ലാതിരുന്ന ചില രാജാക്കന്മാരും നാരദൻ തുടങ്ങിയ ഋഷികളും അവിടെ എത്തിച്ചേർന്നു. ശരശയനത്തിൽ കിടക്കുന്ന ഭീഷ്മനെ കാണാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും അവിടെ വന്നു ചേർന്നത്. പാണ്ഡവരും ഭഗവാനും എത്തിച്ചേർന്നതോടെ നാരദ മഹർഷി എല്ലാവരോടുമായി പറഞ്ഞു, മഹാപ്രഭാവശാലിയും ജ്ഞാനിയുമായ ഭീഷ്മൻ ശരീരം വിടാൻ പോവുകയാണ്. അദ്ദേഹത്തിന് അറിയാത്തതായിട്ടൊന്നുമില്ല. അതിനാൽ ശരീരം വിടുന്നതിന് മുമ്പ് ആവശ്യമുള്ളതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് എന്ന്. അനന്തരം എല്ലാവരും കൂടി തേജോമയനായ ഭീഷ്മനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. പലരും എന്തെങ്കിലും ചോദിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പ്രഭോജ്വലമായ മുഖത്തേക്ക് നോക്കുമ്പോൾ ആർക്കുമൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. യുധിഷ്ഠിര മഹാരാജാവും അങ്ങനെ തന്നെ പിൻവാങ്ങിയ ശേഷം ഭഗവാനോട് തന്നെ എന്തെങ്കിലും ചോദിക്കാനായി പറഞ്ഞു. അവസാനം സർവശക്തനും സർവജ്ഞനുമായ ഭഗവാൻ തന്നെ ഭീഷ്മന്റെ മുന്നിലേക്ക് നീങ്ങി അദ്ദേഹത്തോട്, രാത്രി സുഖമായി കഴിച്ചുകൂട്ടിയോ? ശരീരത്തിന്റെ ക്ലേശങ്ങളും മനസ്സിന്റെയും ബുദ്ധിയുടെയും ദൗർബല്യവും ഇപ്പോഴുമുണ്ടോ എന്ന് ചോദിച്ചു. ഭഗവാന്റെ സ്നേഹപൂർണമായ കുശലാന്വേഷണത്തെ കേട്ട ഭീഷ്മൻ വളരെ സൗമ്യഭാവത്തിൽ മറുപടി പറഞ്ഞു, ഭഗവാനെ വാസുദേവ, അവിടുത്തെ അനുഗ്രഹം കൊണ്ട് എൻ്റെ എല്ലാ ക്ലേശങ്ങളും തീർന്നിരിക്കുകയാണ്. ശരീരം തികച്ചും ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നുണ്ട്. അതുപോലെ മനസ്സും ബുദ്ധിയും വീര്യവത്തരങ്ങളായും ഇരിക്കുന്നുണ്ട്. എല്ലാ ജ്ഞാനവും ബുദ്ധിയിൽ പ്രകാശിക്കുന്നുണ്ട്. ത്രികാലങ്ങളിലെ സംഗതികളെല്ലാം ഞാനിപ്പോൾ വ്യക്തമായി കാണുന്നു. യൗവനകാലത്തുണ്ടായിരുന്ന ഓജസ്സും വീര്യവും എനിക്കിപ്പോൾ ഉള്ളതായി തോന്നുന്നുണ്ട്. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്കൊട്ടും തന്നെ അത്ഭുതമില്ല. അവിടുത്തെ അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചുകൂടാത്തത്? അവിടുത്തെ അനുഗ്രഹ വിശേഷത്താൽ എല്ലാ ജ്ഞാനവും എൻ്റെ ബുദ്ധിയിൽ ഇപ്പോൾ പ്രകാശിക്കുന്നുണ്ട്. എന്തു ചോദിച്ചാലും അതിന് മറുപടി പറയാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ട്. എന്നാലും സർവജ്ഞനായ അവിടുന്നുള്ളപ്പോൾ എന്തിനാണ് എന്നെ കൊണ്ട് പറയിക്കുന്നതെന്നാണ് അറിയാത്തത് എന്നിങ്ങനെ ഭീഷ്മൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭഗവാൻ അരുളി ചെയ്തു, പുണ്യവാനായ ഗാംഗേയ, എല്ലാവിധ ശ്രേയസ്സുകളുടെയും യശസ്സുകളുടെയും സമ്പൂർണതയാണ് ഞാൻ. സർവ ഐശ്വര്യത്തിനും ആധാരമാണ് ഞാൻ എന്നതിനാൽ എനിക്ക് യശസ്സുണ്ടാകുന്നത് ഒരാശ്ചര്യമല്ല. അതുപോലെ എന്നിൽ ശ്രേയസ്സുണ്ടാകുന്നതും അത്ഭുതമല്ല. എന്നിൽ നിന്നാണ് ശ്രേയസ്സും യശസ്സും മറ്റുള്ളവർക്ക് കിട്ടുന്നത്. എൻ്റെ ഭക്തന്മാരെ യശസ്വികളാക്കി തീർക്കുക എന്നത് എൻ്റെ വ്രതമാണ്. ആ നിലയ്ക്ക് അങ്ങയെ കൂടുതൽ യശസ്വിയാക്കി തീർക്കാൻ വേണ്ടിയാണ് അങ്ങയെക്കൊണ്ട് തന്നെ യുധിഷ്ഠിരനെ ഉപദേശിപ്പിക്കുന്നത്. അതിനാൽ അങ്ങൊട്ടും സംശയിക്കാതെ യുധിഷ്ഠിരന്റെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞ്
അദ്ദേഹത്തെ കൃതാർത്ഥനാക്കൂ എന്നിങ്ങനെയുള്ള ഭഗവത് വാക്യത്തെ കേട്ട ഭീഷ്മൻ വീണ്ടും പറഞ്ഞു, ഭഗവാനെ വാസുദേവ, എന്റെ മനോബുദ്ധികൾ ദൃഢങ്ങളായിരിക്കുന്നു. യുധിഷ്ഠിരൻ അറിയേണ്ടതെല്ലാം ചോദിക്കട്ടെ. ഞാൻ കഴിവുള്ളതുപോലെയെല്ലാം വിസ്തരിച്ച് പറഞ്ഞുകൊടുക്കാം. യുധിഷ്ഠിരൻ കേവലം ഒരു രാജാവ് മാത്രമല്ല, രാജഋഷിയാണ്. അദ്ദേഹം ജനിച്ചപ്പോൾ എല്ലാ ഋഷികളും സന്തോഷിച്ചു. കാമം കൊണ്ടോ ലോഹം കൊണ്ടോ ഭയം കൊണ്ടോ എന്നുവേണ്ട ഒന്നുകൊണ്ടും ശാന്തി, ദാന്തി, ക്ഷമ, സത്യം തുടങ്ങിയ സൽഗുണങ്ങളെ ഏതവസരത്തിലും കൈവിടാത്ത മഹാത്മാവാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഒരാൾക്ക് ധർമ്മം ഉപദേശിക്കാൻ ആരാണ് കൊതിക്കാത്തത്? അതിനാൽ പാണ്ഡവൻ ചോദിക്കട്ടെ, ഞാനെല്ലാം പറഞ്ഞു കൊടുക്കാം എന്നിങ്ങനെ പറഞ്ഞ ഭീഷ്മനോട് പിന്നെയും ഭഗവാൻ പറഞ്ഞു, ഗാംഗേയ, യുധിഷ്ഠിരൻ ലജ്ജ കൊണ്ടും അങ്ങയുടെ ശാപത്തെ ഭയപ്പെട്ടുമാണ് മുന്നിലേക്ക് വരാത്തത്. പൂജാർഹരായ പലരെയും അദ്ദേഹം ബാണം കൊണ്ട് കൊന്നു വീഴ്ത്തുകയല്ലേ ചെയ്തത്. ആ നിന്ദ്യമായ പ്രവൃത്തിയെക്കുറിച്ച് അദ്ദേഹം വേണ്ടത്ര ലജ്ജിക്കുന്നുണ്ട്. കൂടാതെ അങ്ങ് ശപിക്കുമോ എന്ന് ഭയപ്പെടുന്നുമുണ്ട്. അതാണ് ധൈര്യത്തോടുകൂടി മുന്നിലേക്ക് വരാത്തതെന്ന് പറഞ്ഞപ്പോൾ ഭീഷ്മപിതാമഹൻ പുഞ്ചിരിയോടും അനുകമ്പയോടും കൂടി പറഞ്ഞു, ക്ഷത്രിയന് വിഹിതമായ ധർമ്മമാണ് യുദ്ധം. ആവശ്യമായ ദിക്കിൽ യുദ്ധം ചെയ്യാതെ ഒഴിഞ്ഞു മാറുന്നതാണ് ക്ഷത്രിയൻ അധർമ്മം. യുധിഷ്ഠിരൻ ധർമ്മത്തെയാണ് ആചരിച്ചത്. അതിനാൽ അദ്ദേഹത്തിന് ലജ്ജിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ടതില്ല എന്നിങ്ങനെ ഭീഷ്മപിതാമഹൻ പറഞ്ഞത് കേട്ടതോടെ യുധിഷ്ഠിര മഹാരാജാവ് സന്തോഷത്തോടും വിനയത്തോടും കൂടി മുന്നിലേക്ക് നീങ്ങി പിതാമഹന്റെ പാദം തൊട്ട് വണങ്ങി. കരുണാവിവശനായ ഭീഷ്മൻ യുധിഷ്ഠിരന്റെ മൂർധാവിൽ ചുംബിച്ച് അനുഗ്രഹിച്ചു. അനന്തരം അവിടെ വച്ച് അവർ തമ്മിൽ ചോദ്യോത്തരങ്ങൾ ആരംഭിച്ചു. ഭഗവാനെയും ഭീഷ്മപിതാമഹനെയും ഗുരുജനങ്ങളെയും വന്ദിച്ചുകൊണ്ട് യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുകയാണ്, പിതാമഹ, എല്ലാത്തിലും വച്ച് സർവോത്കൃഷ്ടമാണ് രാജധർമ്മമെന്ന് അറിവുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരുടെ ധർമ്മവും അതാത് ആളുകളെ മാത്രം ബാധിക്കുന്നതാണ്. എന്നാൽ രാജധർമ്മം അങ്ങനെയല്ല, എല്ലാ ജീവികളെയും ബാധിക്കുന്നു. കടിഞ്ഞാൺ കുതിരകളെയും തോട്ടിയാനയെയും നിയന്ത്രിക്കുന്നത് പോലെ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നു രാജധർമ്മം. രാജാവിന്റെ ധർമ്മം പിഴച്ചാൽ ലോകത്തിലെല്ലാവരുടെയും ധർമ്മം പിഴയ്ക്കും. ക്രമേണ എല്ലാ വർഗങ്ങൾക്കും അധപ്പതനം സംഭവിക്കുകയും ചെയ്യും. അങ്ങനെ തന്നെ രാജാവ് ധർമ്മനിഷ്ഠനായാൽ എല്ലാവരും പൊതുവെ ധാർമ്മികരായി തീരും. അതുകൊണ്ട് തന്നെ ലോകത്തിന് ശ്രേയസ്സുണ്ടാവുകയും ചെയ്യും. ഈ വക കാരണങ്ങളെ കൊണ്ട് മറ്റെല്ലാ ധർമ്മങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് രാജധർമ്മമെന്ന് പറയുന്നത് തെറ്റല്ല താനും. കൂടാതെ ധർമാർത്ഥ കാമങ്ങളാകുന്ന ത്രിവർഗം മുഴുവൻ തന്നെയും രാജധർമ്മ ആചരണം കൊണ്ട് നേടാൻ കഴിയുന്നു. മോക്ഷം കൂടി അവ്യക്തമായി രാജധർമ്മത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറയാറുണ്ട്. അതിനാൽ സർവശ്രേഷ്ഠം തന്നെയാണ് രാജധർമ്മമെന്ന് കരുതുന്നത് അബദ്ധമല്ല. അങ്ങനെയുള്ള രാജധർമ്മത്തെ എനിക്ക് വേണ്ട പോലെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതുകൊണ്ട് ആദ്യമായി അത് തന്നെ പറഞ്ഞു കേട്ടാൽ കൊള്ളാം എന്നിങ്ങനെയുള്ള യുധിഷ്ഠിരന്റെ ചോദ്യത്തെ കേട്ട ഭീഷ്മൻ ധർമ്മസ്വരൂപിയായ ഈശ്വരനെ വണങ്ങിക്കൊണ്ട് മറുപടി പറയാൻ തുടങ്ങി. ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. നന്ദി.